ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് ലിക്വിഡേഷൻ എന്തായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്താണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമുക്ക് എത്ര അസറ്റ് ഉണ്ട്, ആ അസറ്റ് വിറ്റതിന് ശേഷം നമുക്ക് എത്ര എമൗണ്ട് കിട്ടി, ആ എമൗണ്ടിൽ നിന്ന് എത്രയൊക്കെ സാധനങ്ങൾ നമ്മൾ ബാക്കിയുള്ള ഡെറ്റ് കൊടുത്തു തീർത്തിട്ട് അതിന് ശേഷം ബാക്കി പൈസ വല്ലതും ഉണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നതായിരുന്നു എന്തായിരുന്നു നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ അതിലെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളത് അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഫോമാറ്റ് ഒന്ന് അതേപോലെ പഠിച്ചു വെക്കുക. നേരത്തെ പോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ ആ ഫോമാറ്റ് അതേപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാം ആ ഫോമാറ്റിൽ കൊടുത്തേക്കുന്ന എല്ലാം അതേപോലെ വരും എന്നുള്ളതില്ല, പക്ഷെ വന്നാൽ അതനുസരിച്ച് എഴുതാമെന്നുള്ള. ഇത് വേറെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രോബ്ലം റിലേറ്റഡ് അങ്ങനെ വന്നിട്ടില്ല. ചോദിച്ചിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ ഫോമാറ്റ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ പ്യൂർലി ബേസ് ഓൺ നിങ്ങളുടെ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ പഠിക്കേണ്ട മെയിനായിട്ടും എന്താണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടും ആ കൊടുത്തേക്കുന്ന ആ ഫോമാറ്റും പഠിക്കുക. അതേപോലെ തന്നെ അതിൽ ഒരു നമ്മൾ ചെറിയൊരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത്രയും ഡെപ്തായിട്ട് ഇപ്പം തലേന്നായതുകൊണ്ട് എക്സാമിൻ്റെ തലേന്നൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഡെപ്തായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ പറയുന്ന കാര്യങ്ങൾ എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ദ മെയിൻ ജോബ് ഓഫ് എ ലിക്വിഡേറ്റർ, okay, is to realize assets and liabilities and assets and distribute the amount among the various claimants who are entitled to receive the same. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡേറ്ററിനെ എന്തിനാണ് നമ്മുടെ മെയിൻ ലിക്വിഡേഷൻ പ്രോസസ്സ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ലിക്വിഡേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ അസറ്റ് എല്ലാം വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ദ എമൗണ്ട് ഷുഡ് ബി ഡിസ്പേഴ്സ് ടു ദ റൈറ്റ് ക്ലെയിമൻറ്റ് സ്ട്രിക്ട്ലി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഓർഡർ ഓഫ് പേയ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് എന്നും പറഞ്ഞ് പഠിച്ചത്, അതേപോലെ തന്നെ ലിക്വിഡേറ്റർ ഇത് ചെയ്യുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്, അതിനൊരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഓർഡർ ഓഫ് പേയ്മെൻറ്റ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത്, after completing the liquidation proceedings, the liquidator prepares a statement. This statement shows all receipts and payments. Okay, അപ്പം ലിക്വിഡേഷൻ പ്രൊസീഡിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ലിക്വിഡേറ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആണ്. ഓക്കെ, റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റെസീറ്റ്സ് ലെഫ്റ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്, പേയ്മെന്റ്സ് റൈറ്റ് സൈഡിലായിരിക്കും. നിങ്ങൾ ആ ഫോമാറ്റ് എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കോൾഡ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര നമ്മൾക്ക് കൊടുത്തു, അങ്ങനെയുള്ളതിൻ്റെ കാണിക്കുന്ന ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് the liquidator submits the statement to the court in case of compulsory winding up and to the company in case of compulsory winding up ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബൈ ട്രൈബ്യൂണലാണ്, അപ്പോൾ നമ്മൾ കോർട്ടിനാണ് അത് അയച്ചു കൊടുക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ഓൾദോ ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഇൻ ദി ഫോം ഓഫ് ആൻ അക്കൗണ്ട്, ഇറ്റ് ഇസ് ഓൺലി എ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറയുമ്പം ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. എനിക്ക് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലും പ്രിപ്പയർ ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ ആണ് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചാലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതാനോ പറഞ്ഞാൽ ജസ്റ്റ് സംഭവം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓർഡർ ഓഫ് പേയ്മെന്റ് ആണ്, നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ അസറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഈ ഒരു ഓർഡർ വരേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം നമ്മളത് അസറ്റ് വിൽക്കുകയാണ്, അത് കറണ്ട് അസറ്റ് ആണെങ്കിലും ഫിക്സഡ് അസറ്റ് ആണെങ്കിലും നമ്മൾ വിൽക്കുന്നത്, അതിനൊരു ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം എന്നില്ല, നമുക്ക് എടുത്തെടുത്ത് എഴുതി അങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പക്ഷെ പേയ്മെൻറ്റിൻ്റെ കേസ് വരുമ്പോൾ അതിന് ഓർഡർ ഉണ്ട്. ഓക്കെ, അപ്പം ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ആർക്കായിരിക്കും ലീഗൽ എക്സ്പെൻസസ് ആണ്. ഓക്കെ, ലിക്വിഡേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന
എന്തെങ്കിലും എന്താണ് ലീഗലി ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം അതാണ് നമ്മൾ കൊടുത്തു തീർക്കുന്നത്. ഓക്കെ, രണ്ടാമത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. ലിക്വിഡേറ്ററിന് അയാൾ വെറുതെ ചെയ്ത് തരത്തില്ല. ലിക്വിഡേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കണം. അപ്പോൾ അതാണ് റെമ്യൂണറേഷൻ. ഓക്കെ, പിന്നെ വരുന്ന ലിക്വിഡേഷൻ എക്സ്പെൻസോ കോസ്റ്റ് ഓഫ് ഫൈൻഡിങ്. ആദ്യം ലീഗൽ എക്സ്പെൻസ് ആണ്, ലീഗലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ് കൊടുക്കുന്നത്. മൂന്നാമത് ലിക്വിഡേഷൻ എക്സ്പെൻസസ്. ലിക്വിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ നമുക്ക് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എക്സ്പെൻസസ് നമുക്ക് വരുമായിരിക്കും. ഓക്കെ, അതാണ് മൂന്നാമത് വരുന്നത്. നാലാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഹാവിങ് ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ അസറ്റ്. ഓക്കെ, മറ്റേതിൻ്റെ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് ഇവിടെയും ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, മറ്റേത് ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു വരുന്നത്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, പിന്നെ ഡിബെഞ്ചേഴ്സ്, പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇവിടെ കേസ് വരുമ്പോൾ ഇത്തിരി ഒരു മാറ്റമുണ്ട്. ഫസ്റ്റ് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിനാണ്, പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കും, പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കും. ഓക്കെ, ഇതാണ് ഓർഡർ ഓഫ് പേയ്മെൻറ്റ്. നമ്മൾ ആ അസറ്റ് വിറ്റതിന് ശേഷം നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ കൊടുക്കുന്ന ഓർഡറാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്തത് ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടേഴ്സ്. ഈ കോൺട്രിബ്യൂട്ടേഴ്സ് എന്താണെന്നുള്ള രീതിയിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ചോദിച്ചതായതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എന്താണ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇൻ ദി ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് ദ അസറ്റ്സ് ഓഫ് ദി കമ്പനി ആർ ഇൻസഫിഷ്യന്റ് ടു പേ ഇറ്റ്സ് ഡെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ദെൻ മെമ്പേഴ്സ് ആർ ജോയിന്റ്ലി ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് ദി കമ്പനീസ്. ഓക്കെ, ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, നമ്മൾ എല്ലാം ചെയ്യുന്നു, സെറ്റാക്കുന്നു, അസറ്റ്സ് എല്ലാം വിൽക്കുന്നു, വിറ്റതിന് ശേഷം കിട്ടുന്ന പൈസ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്, നമ്മുടെ കൊടുക്കാനുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ അവിടെ ഒരു കേസ് പറഞ്ഞായിരുന്നു, എന്താണ് നമുക്ക് ഇതെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് പൈസ തികഞ്ഞില്ല. ഓക്കെ, ഈ അസറ്റ് വിറ്റു, പക്ഷെ ആ പൈസ നമുക്ക് തികഞ്ഞില്ല, ആ പൈസയേ ഇല്ല. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇനി എന്താണ് നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൊടുത്തു തീർത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അസറ്റ് വിറ്റിട്ട് നമുക്ക് സെറ്റായില്ല, തികഞ്ഞില്ല, പക്ഷെ എന്നും പറഞ്ഞ് നമുക്ക് അവിടെ നിർത്താൻ പറ്റുമോ, ഇല്ല, നമ്മൾ വീണ്ടും ആ പൈസ കൊടുക്കണം. അപ്പോൾ ആ പൈസ കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ആ കമ്പനിയുടെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബാക്കിയുള്ള പൈസ കൊടുത്ത് തീർക്കും. ഓക്കെ, ക്ലിയർ ആയേ? അപ്പോൾ അവര് എന്താണ് പറയുന്നത്, ഇപ്പം അസറ്റ് നമുക്കിപ്പോൾ 1 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് കൊടുക്കാനുള്ള കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 2 ലാക്കാന്ന് വിചാരിച്ചു. ഓക്കെ, കൊടുക്കാനുള്ളത് 2 ലാക്കാണ്, പക്ഷെ അസറ്റ് വിറ്റപ്പോൾ നമുക്ക് 1 ലാക്കേ കിട്ടിയുള്ളൂ. അതിൻ്റെ അർത്ഥം 1 ലാക്ക് റുപ്പീസ് ആരായിരിക്കും ഇടാൻ പോകുന്നത്? ഓക്കെ, 2 ലാക്കാണ് കൊടുക്കാനുള്ളത്, അത് അസറ്റ് വിറ്റപ്പോൾ 1 ലാക്കേ കിട്ടുള്ളൂ. ബാക്കി ഈ 1 ലാക്ക് ആരായിരിക്കും കൊടുക്കുന്നത്? മെമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അവരെ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം these contributors are those who are liable. അപ്പോൾ അതിൻ്റെ ആരാണ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് who are liable to contribute to the assets of the company in the event of its being wound up. ഓക്കെ, അപ്പം ആ അസറ്റ് ഇപ്പം കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദി കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ പൈസ തികഞ്ഞില്ല, നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അസറ്റ് വിറ്റതിന് ശേഷം കിട്ടിയ പൈസ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മെമ്പേഴ്സ് വീണ്ടും അതിലോട്ട് പൈസ ഇടണം. അതാണ് അവർ ഈ ഒരു ഭാഷയിൽ പറഞ്ഞേക്കുന്നേ ഉള്ളൂ, ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദി കമ്പനി. ഓക്കെ, അപ്പം അവർ ആ പൈസ ഇട്ടിട്ട് സെറ്റാക്കണം. ഓക്കെ, ആൻഡ് ഈ മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന പാസ്റ്റും പ്രസൻറ്റ് മെമ്പേഴ്സും വരും. ഓക്കെ, ചിലപ്പം ലിക്വിഡേഷൻ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം മെമ്പേഴ്സ് ചിലപ്പം അവരുടെ ഷെയർസ് വിറ്റിട്ട് അവർ പോവുമായിരിക്കും, കമ്പനി എക്സിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിലും ചിലപ്പം ചില കേസുകൾ അതെന്താ നമുക്ക് നോക്കാം. അങ്ങനെ മെമ്പേഴ്സ് അല്ലാത്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സിന് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് എയും ലിസ്റ്റ് ബിയും. ഓക്കെ, ലിസ്റ്റ് എ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് പ്രസന്റ് മെമ്പേഴ്സാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഉണ്ട്, ലിക്വിഡേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പം ഇതിലുള്ള മെമ്പേഴ്സിനെയാണ് ലിസ്റ്റ് എയിൽ വരുന്നത്. ഓക്കെ, ദേ ആർ ലയബിൾ ടു പേ ഓർ കോൺട്രിബ്യൂട്ട് ടു ദ അൺകോൾഡ് എമൗണ്ട് ഓൺ ദി ഷെയർസ്. ഓക്കെ, അപ്പം അവരെന്താണ് ചെയ്യുന്നത്, അവർ ഈ പറഞ്ഞ പോലെ എന്താണോ കൊടുക്കാനുള്ളത് ആ പൈസ അവർ കൊടുക്കേണ്ടി വരും. ഓക്കെ, പ്രസന്റ് ഇപ്പം കറൻ്റ്ലി ഉള്ള മെമ്പേഴ്സാണ്. ഓക്കെ, ലിസ്റ്റ് ബി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അവർ മെമ്പേഴ്സ് ഹു സീസ് ടു ബി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, അവരെന്താണ് ചെയ്യുന്നത്, ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവർ ഈ പൈസ എങ്ങും മീൻസ് ഇവർ ഈ കമ്പനിയിൽ നിന്ന് പോയി. ഓക്കെ, അവർ സീസ് ടു ബി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞാൽ നിർത്തി, അവർ കമ്പനിയുടെ മെമ്പർ അല്ല ഇപ്പം. ഓക്കെ, ബൈ ഡിസ്പോസിങ് ഓഫ് ദിയർ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അവർ ആ ഷെയർസ് അവർ വിറ്റ് അതങ്ങ് ഡിസ്പോസ് ചെയ്തിട്ട് അവരങ്ങ് പോയി. ഓക്കെ, വിത്തിൻ എ ഇയർ ബിഫോർ ദി ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഓക്കെ, ഡേറ്റ് വൈൻഡിങ് അപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വർഷം വരെ.
ഓക്കെ. അതിന് വർഷം ആ ഒരു വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷത്തിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അവർ പോയിട്ടുണ്ടെങ്കിൽ അവരെന്തായിരിക്കും നമ്മുടെ പാസ്റ്റ് മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കൺസിഡർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയേ? അപ്പം ലിസ്റ്റ് ബിയിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് സീസ് ടു ബി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഇവരിപ്പം കമ്പനിയുടെ മെമ്പേഴ്സ് അല്ല. ഓക്കെ, പക്ഷെ അവരെന്താണ് സംഭവിച്ചത്? അവർ ആ അസറ്റ്, അവരുടെ കയ്യിലുള്ള അസറ്റ് എല്ലാം അവർ ഡിസ്പോസ് ചെയ്തു. എപ്പോഴാണ് അവർ ഡിപ്പോസിറ്റ് ചെയ്തത്? വിത്തിൻ a year before the date of winding up. ഓക്കെ, ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പിന് മുന്നേ ഉള്ള ഒരു വർഷത്തിലാണ് അവർ അതൊക്കെ അസറ്റൊക്കെ വിറ്റിട്ട് അവർ പോയത്. ഓക്കെ, സോറി, അസറ്റ് അല്ല, ഷെയർ വിറ്റിട്ട് പോയത്. പക്ഷെ അവരും എന്താണ്, ദേ ആർ ലൈബിൾ ടു കോൺട്രിബ്യൂട്ട് ഓൺലി ഇഫ് ദി പ്രസന്റ് മെമ്പേഴ്സ് ആർ അൺഎബിൾ ടു പേ ദ അൺപെയ്ഡ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പ്രസന്റ് മെമ്പേഴ്സും ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് വിറ്റു, പൈസ കിട്ടി, പക്ഷെ അത് തികഞ്ഞില്ല. ഓക്കെ, അപ്പം പ്രസന്റ് മെമ്പേഴ്സും പൈസ ഇട്ടു, അതും തികഞ്ഞില്ല എന്നുണ്ടെങ്കിലാണ് ആര് വരുന്നത്? ഇപ്പം പ്രസന്റ് അല്ലാത്ത മെമ്പേഴ്സ് പൈസ വേണ്ടി വന്നു. ഇപ്പം പ്രസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള മെമ്പേഴ്സ് പൈസ ഇട്ട് അത് തികഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പാസ്റ്റ് മെമ്പേഴ്സ് എല്ലാം ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ പ്രസന്റ് മെമ്പേഴ്സ് പൈസ ഇട്ടതിന് ശേഷം സെറ്റ് ആവുന്നില്ല, പൈസ ഇനിയും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആര് കൊടുക്കും? നമ്മുടെ പ്രസന്റ് അല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയ മെമ്പേഴ്സ് പൈസ കൊടുക്കും. ഓക്കെ, ഫർദർ ദേ ആർ നോട്ട് ലൈബിൾ ടു കോൺട്രിബ്യൂട്ട് ഫോർ ദ ഡെറ്റ്സ് ഇൻകോർഡ് ആഫ്റ്റർ ദേ ട്രാൻസ്ഫർ ദെയർ ഷെയർ. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഓക്കെ ഇന്നത്തെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10-ാം തീയതി, ഓക്കെ, 10th April. ഓക്കെ, 10th April ഞാൻ പോയത്. ഓക്കെ, ഞാൻ ലെഫ്റ്റ് ആയത് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ലെഫ്റ്റ് ആയത് ഞാൻ 10th April. ഓക്കെ, അപ്പം 10th April മുന്നേ വേറുള്ള എന്തൊക്കെ ഡെറ്റുകളുണ്ടോ ഓക്കെ അതൊക്കെ ഞാൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതെന്താണ്? വിത്തിൻ എ ഇയർ ബിഫോർ ദി ഡേറ്റ് ഓഫ് വൈൻഡിങ്. ഒരു ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പിന് മുന്നേ ഉള്ള ഒരു വർഷത്തിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള എല്ലാ ഡെറ്റും കാര്യങ്ങളും ഞാൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ 10th April മുന്നേ ഉള്ള ഡെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ കമ്പനി ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത് ഞാൻ എല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ പോയി എന്നാണ്. അപ്പോൾ 10th April ഞാൻ എന്ത് ചെയ്തത്? കമ്പനി ലെഫ്റ്റ് ആയത്. ഓക്കെ, പക്ഷെ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയതും കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ സംഭവം കാര്യങ്ങളും തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ജൂൺ കൂട്ടാം. ഓക്കെ, ജൂണിലാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഞാൻ ജൂണിലാണ് എന്താണ് സംഭവിക്കുന്നത്? എനിക്കിവിടെ ജൂണിൽ ഞാൻ കുറേ വേറെ ഡെറ്റും കാര്യങ്ങളൊക്കെ എടുത്തു, എന്താണ് കമ്പനി എടുത്തു. ഓക്കെ, ഞാൻ 10 ഏപ്രിലായപ്പോൾ ഞാൻ സ്ഥലം വിട്ടു. ഓക്കെ, അപ്പം ജൂൺ ആയപ്പോഴത്തേക്കും കമ്പനി ഈ പറഞ്ഞ പോലെ കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഏപ്രിലിന് മുന്നേ 10th April മുന്നേ വരെയുള്ള എല്ലാ ഡെറ്റുകളും ഉണ്ടെങ്കിൽ അത് മാത്രം എനിക്ക് അടച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം വരുന്ന എന്ത് കടം ആയിക്കോട്ടെ, ഇപ്പം April 11 കമ്പനി കടം എടുത്താലും ഡെറ്റ് ആണെങ്കിൽ പോലും എന്താണ് സംഭവിക്കുന്നത്? അത് ഈ പോയ മെമ്പർ കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദേ ആർ നോട്ട് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഫോർ ദ ഡെറ്റ്സ് ഇൻകോർഡ് ആഫ്റ്റർ ദേ ഷെയർ ദിയർ ഷെയർസ്, ആഫ്റ്റർ ദേ ട്രാൻസ്ഫർ ദിയർ. അവരുടെ ഷെയർസ് എല്ലാം അവർ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവർ പോയതിന് ശേഷം അവർ ലെഫ്റ്റായി അവർ പോയതിന് ശേഷം വരുന്ന എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അതവർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന് മുന്നേ എന്തെങ്കിലും കടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതോ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു തിയറി പോർഷൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷെ പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ഡയറക്റ്റായിട്ട് പ്രോബ്ലത്തിലോട്ട് കണക്കുവാണ്. ആൻഡ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പം ഇതിലങ്ങനെ ഞാൻ പറഞ്ഞ പോലെ പ്രോബ്ലം ചോദിച്ചിട്ടില്ല. ഓക്കെ, ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയെന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഒരു സിമ്പിൾ പ്രോബ്ലം നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, റെമ്യൂണറേഷൻ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ലിക്വിഡേറ്ററിൻ്റെ. ഓക്കെ, അതിലോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല. ജസ്റ്റ് ഇതിലെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ഫോമാറ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഫോമാറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ ഒരു പ്രോബ്ലം കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഫോമാറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോമാറ്റ് എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ
ഇക്വിറ്റി ഷെയർസ് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, ഡിബെഞ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് സൈഡിൽ നിന്നുള്ള അതർ ഫിക്സ്ഡ് അസറ്റ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു 58,000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കമ്പനി വെൻറ്റിന് ക്രെഡിറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഡിബെഞ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് എൻ്റെ ഫോമാറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നതെന്നുള്ളതെന്ന് പറഞ്ഞു പോവാണ്. എന്നിട്ട് ലിക്വിഡേഷൻ എക്സ്പെൻസ് ആൻഡ് ലിക്വിഡേഷൻ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ 3,000-ഉം 10,000-ഉം ആണ് വരുന്നത്. ഓക്കെ, ബാങ്ക് ലോൺ സെക്യൂർ ചെയ്തിട്ടുണ്ട്, സ്റ്റോക്കുമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് ലോൺ നമ്മൾ എടുത്തത് സ്റ്റോക്ക് പണയത്തിന് വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് ഡിബെഞ്ചേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ഓൾ അസറ്റ്സും. ഓക്കെ, അപ്പം ഡിബെഞ്ചറും ഇൻട്രസ്റ്റ് ദെയർ ഓൺ സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ഓൾ അസറ്റ്സും. അപ്പം ഡിബെഞ്ചേഴ്സ് ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ട്. ഫിക്സഡ് അസറ്റ്സ് വെർ റിയലൈസ്ഡ് അറ്റ് ബുക്ക് വാല്യൂ ആൻഡ് കറണ്ട് അസറ്റ്സ് 80% ഓഫ് ബുക്ക് വാല്യൂ. ഓക്കെ, ഓരോന്നോരോന്ന് ചെയ്തു പോകുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്നുള്ള സംഭവം പല 3 രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അല്ല റെമ്യൂണറേഷൻ കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിലും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ അങ്ങനെ ഇൻഡെപ്തായിട്ട് അത് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്, നമ്മുടെ അസറ്റ് റിയലൈസ്ഡ് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. നമുക്ക് ആദ്യം അസറ്റ് സൈഡ് നോക്കാം. ഓക്കെ, അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000, പ്രത്യേകിച്ച് അതുമായിട്ട് വേറൊരു കാര്യങ്ങളും കൊടുത്തിട്ടില്ല. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 25,000 നമ്മൾ വിറ്റപ്പം 25,000 വാല്യൂ ഉള്ള ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റപ്പം 25,000 തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല. അടുത്ത് നോക്കാം ഫിക്സ്ഡ് അസറ്റും 2 lakh ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഫിക്സ്ഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്തോ കൊടുത്തേക്കുന്നത്, ഫിക്സ്ഡ് അസറ്റ്സ് വെർ റിയലൈസ്ഡ് അറ്റ് ബുക്ക് വാല്യൂ. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫിക്സ്ഡ് അസറ്റ് 2 lakh തന്നെയാണ്. ഓക്കെ, വെർ റിയലൈസ്ഡ് അറ്റ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വിറ്റതും 2 lakhന് തന്നെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റിയലൈസ്ഡ് വാല്യൂ ഉണ്ട്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ കയ്യിലിരിക്കുന്ന എമൗണ്ട് എത്ര ആണോ, റിയലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിരുന്നതും 2 lakh തന്നെ ആയിരുന്നു, അത് വിറ്റപ്പോഴും നമുക്ക് 2 lakh തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്താണ്, അത് ഫിക്സ്ഡ് അസറ്റും ഈ പറഞ്ഞ പോലെ 2 lakh നമ്മൾ എഴുതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ലേ. ഇനി അടുത്ത 2 കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ സ്റ്റോക്കും ഡെറ്റേഴ്സും ആണ്. ഓക്കെ, അപ്പം ഫിക്സ്ഡ് അസറ്റ് അവർ പറഞ്ഞു എന്താണ്, റിയലൈസ്ഡ് അറ്റ് ബുക്ക് വാല്യൂ ആണ്. അതുകൊണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും അതർ ഫിക്സ്ഡ് അസറ്റും രണ്ടും എന്താണ്, നമ്മൾ ആ ബുക്ക് വാല്യൂവിൽ തന്നെയാണ് റിയലൈസ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂവും ബുക്ക് വാല്യൂവും സെയിം ആണ്. ഓക്കെ, അപ്പോൾ 25,000 2 lakh നമ്മൾ എഴുതി. പക്ഷേ സ്റ്റോക്കും ഡെറ്റേഴ്സും എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് ഇവിടെ എന്താണ് സംഭവിച്ചത്, 80% ഓഫ് ദ ബുക്ക് വാല്യൂവിലാണ് നമ്മളത് വിറ്റത്. ഓക്കെ, 80% ഓഫ് ദി ബുക്ക് വാല്യൂവിലാണ് നമ്മൾ എന്ത് വിറ്റത്, നമ്മുടെ കറണ്ട് അസറ്റ്സ് നമ്മൾ വിറ്റത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, ഡെറ്റേഴ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ എത്ര ആണ് കൊടുത്തേക്കുന്നത്, 1 lakh ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പക്ഷെ ഡെറ്റേഴ്സ് 1 lakhനാണോ നമ്മൾ വിറ്റത്, അല്ല, നമുക്ക് എത്ര കിട്ടിയുള്ളൂ, 80% ഓഫ് ബുക്ക് വാല്യൂ. 80% ഓഫ് ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, 1 lakh ഇൻറ്റു 80/100. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 80,000 ആണ്. നമ്മൾ 1 lakhൻ്റെ ഇത് നമുക്ക് എത്ര രൂപയ്ക്കാണ് നമ്മളത് വിറ്റത്, 80,000 ആണ്. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സ് നമ്മൾ 80,000 എന്നും പറഞ്ഞ് എഴുതി. ഓക്കെ, ഇനി വേറെ കറണ്ട് അസറ്റ് കൊടുത്തേക്കുന്നതാണ് സ്റ്റോക്ക്. ഓക്കെ, അപ്പം സ്റ്റോക്കിൻ്റെയും എത്ര ആണ് വരുന്നത്, സ്റ്റോക്കിൻ്റെയും മാർക്കറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 5,25,000 ആണ്. ഓക്കെ, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 80% ആണ്. ഓക്കെ, അപ്പം 5,25,000-ൻ്റെ 80% എന്നുള്ള രീതിയിൽ വരുമ്പോൾ എത്ര ആണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം 5,25,000 80% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 5,25,000 80%, അപ്പോൾ ആക്ച്വലി അതിന് എത്ര എമൗണ്ട് ആണ്, 5,25,000 ആയിരുന്നു. പക്ഷേ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആണ് വരുന്നത്, മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 4,20,000. അപ്പോൾ 5,25,000 വാല്യൂ ഉള്ള സാധനം നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്, 4,20,000 ആണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു കുഴപ്പം വരുന്നത്. ഇവിടെ എന്താണ് വരുന്നത്, ബാങ്ക് ലോൺ വാസ് സെക്യൂർഡ് ബൈ പ്ലെഡ്ജ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോൺ എത്ര ഉണ്ടായിരുന്നു,
4 ലക്ഷത്തിൻ്റെ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബാങ്ക് എങ്ങനെയാണ് ആ ലോൺ കൊടുത്തത്? അവിടെ നമ്മൾ പണയം വെച്ചത് എന്താണ്? നമ്മൾ പണയം വെച്ചത് നമ്മുടെ സ്റ്റോക്ക് പണയം വെച്ചിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടാണ് ബാങ്ക് നമുക്ക് ലോണായിട്ട് 4 lakh rupees തന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഇതിൽ വരുന്നതാണ്, നിങ്ങളുടെ ഫോമാറ്റിൽ വരുന്നതാണ് സർപ്ലസ് ഫ്രം സെക്യൂരിറ്റി. അത് ഏതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഇതും ആയിക്കോട്ടെ, അതിൽ ചിലപ്പോൾ ഫിക്സ്ഡ് അസറ്റ് ആയിരിക്കാം, കറണ്ട് അസറ്റ് ആയിരിക്കാം, എന്താണെങ്കിലും നമുക്കിവിടെ എന്താണ്? സർപ്ലസ് ആണ് കിട്ടിയത്. എന്താണ് കിട്ടിയത്? ആക്ച്വലി നമുക്ക് സ്റ്റോക്ക് വിറ്റപ്പം 4,20,000 ആണ് എന്ത് സംഭവിച്ചത്? നമുക്ക് മാർക്കറ്റ് വാല്യൂ ആയതും. ഓക്കെ, പക്ഷെ ബാങ്ക് ലോണായിട്ട് സെക്യൂരിറ്റി ആയിട്ട് എത്ര രൂപ വന്നോളൂ? 4 lakh വന്നോളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 20,000 rupees നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്? സർപ്ലസ് ആണ്. അതിപ്പം സ്റ്റോക്ക് തന്നെ കൊടുക്കണമില്ല, വേറെ എന്തിൻ്റെ കൊടുത്താലും നമുക്ക് നോക്കിയാൽ മതി. സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ എഴുതും. ഓക്കെ, സർപ്ലസ് ഫ്രം സെക്യൂരിറ്റി എന്നും പറഞ്ഞ് 4,20,000 നമ്മൾ ആ 4 lakh കുറയ്ക്കുമ്പോൾ, 4 lakh എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് ലോൺ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാങ്ക് ലോണിന് നമ്മൾ സെക്യൂർഡ് ബൈ പ്ലെഡ്ജ് ഓഫ് സ്റ്റോക്ക് ആണ്. ഓക്കെ, അപ്പം ബാങ്ക് ലോണിന് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചേക്കുന്നത് എന്താണ്? നമ്മുടെ സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അല്ലെ നമ്മൾ വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപയാണ് കിട്ടിയത്? 4,20,000 ആണ്. ആക്ച്വലി അതിൻ്റെ വാല്യൂ എത്ര ആയിരുന്നു? 5,25,000 ആയിരുന്നു. പക്ഷെ വിറ്റപ്പോൾ നമുക്ക് ആ പാടെ 4,20,000 കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മൾ ബാങ്ക് ലോണിൻ്റെ കാര്യങ്ങൾ തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 20,000 ഉണ്ട്. ഓക്കെ, അപ്പം അസസ് എന്ന സംഭവം കാര്യങ്ങളും കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ്. ഓക്കെ, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ഞാൻ പറഞ്ഞ പോലെ പല രീതിയിൽ കണ്ടുപിടിക്കാം. പക്ഷെ ഇതിൻ്റെ അകത്ത് ആകപ്പാടെ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 10,000 ആണ്. ഓക്കെ, അത് കൊടുത്തു. ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 3,000 കൊടുത്തു. ഓക്കെ, പിന്നെ വരുന്നത് ഡിബെഞ്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഡിബെഞ്ചേഴ്സിൻ്റെ കേസ് നോക്കുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 1 lakh കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് ഡിബെഞ്ചേഴ്സ് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫ്യൂച്ചറിൽ കൊടുക്കാനായതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാനുള്ള കോൾസ് ആൻഡ് അറിയേഴ്സ് നമ്മൾ എന്താണ്? അസറ്റ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തായിരുന്നല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ? നമുക്ക് നമ്മൾ മറ്റേതെന്തായിരുന്നു? നമുക്ക് കിട്ടാനുള്ളതായിരുന്നു. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്താണ്? നമ്മൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്, ഡിബെഞ്ചേഴ്സ് ആണ് ഔട്ട്സ്റ്റാൻഡിങ്, നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൊടുക്കാനുള്ളതായതുകൊണ്ട് ആ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അത് കൊടുക്കാനുള്ള ഡിബെഞ്ചേഴ്സ് ആക്ച്വലി 1 lakh ആണ്. പക്ഷേ അതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 8,000 നമ്മൾ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് എത്രയാണ് നമ്മൾ എമൗണ്ട് എഴുതും? 1,08,000 എഴുതും. ഓക്കെ, പിന്നെ വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന് പ്രത്യേകിച്ച് വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, യെസ്, അപ്പം ക്രെഡിറ്റേഴ്സും നമ്മൾ എഴുതി 2 lakh. ഓക്കെ, ഇനി അടുത്തത് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർസിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് ആക്ച്വലി 80,000 ആണ് കൊടുക്കാനുള്ളത്. ഓക്കെ, 80,000 എന്നുള്ള രീതിയിലായിരുന്നു കൊടുക്കാനുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ എമൗണ്ട് ഇവർ എഴുതിയേക്കുന്ന കണ്ടാൽ മതി. ഇവിടെ ആ പട 4,000 എഴുതിയിട്ടുള്ളൂ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്, 4,000 എഴുതിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ അസറ്റ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കും. ഓക്കെ, അസറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,25,000 ആണ് കിട്ടുന്നത്. ഓക്കെ, 3,25,000 ആണ് നമുക്ക് കിട്ടുന്നത്. അസറ്റ് എല്ലാം കൂടെ നമ്മൾ എന്താണ്? നമ്മൾ വിറ്റതിന് ശേഷം റിയലൈസ് ചെയ്തതിന് ശേഷമുള്ള എല്ലാ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലി അസറ്റ് എന്ന് പറഞ്ഞാൽ 3,25,000 ആണ്. ഓക്കെ, അപ്പോൾ ആ 3,25,000 നിന്നും ഓക്കെ ബാക്കിയുള്ള നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഓർഡറിനനുസരിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓർഡർ നേരത്തെ കണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലീഗൽ എക്സ്പെൻസസ് എഴുതി. ഓക്കെ, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എഴുതി. ലീഗൽ എക്സ്പെൻസസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, സോറി, അത് നമ്മൾ എഴുതിയിട്ടില്ല. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എഴുതി, ലിക്വിഡേഷൻ എക്സ്പെൻസസ് എഴുതി. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ സംഭവം എഴുതി. ഓക്കെ, ഡിബെഞ്ചർ ഹോൾഡേഴ്സും എഴുതി. ആൻഡ് പിന്നെ നമ്മൾ ബാക്കി വരുന്ന എന്താണ്? ഓർഡർ ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്ന ഓർഡർ ഓഫ് പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പ്രകാരം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും കൊടുത്തിട്ടില്ല. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സോ ഒന്നും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ എഴുതി. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ബാങ്ക് ലോൺ
ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇതിവിടെ എഴുതാത്തത്. ഓക്കെ, ഇവിടെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നമ്മളിവിടെ എഴുതത്തില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. വേറെ ഒന്നുമില്ല ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, അപ്പം പ്രിഫറൻസ് ഷെയർസ് കഴിഞ്ഞിട്ടാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കണം. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ അത് നമ്മൾ പിന്നെ ലാസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ അസറ്റ് എല്ലാം വിറ്റതിന് ശേഷം നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3,25,000 ആണ് ടോട്ടൽ. ഓക്കെ, മറ്റേ ചെയ്തതിൻ്റെ തന്നെ വേറൊരു ഫോമാറ്റ് ആണെന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന് വേറൊരു ഫോമാറ്റ് ആണെന്നേ ഉള്ളൂ. അസറ്റ്സ് എല്ലാം വിറ്റതിന് ശേഷം 3,25,000 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കാം. ഓക്കെ, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്നുള്ള രീതിയിൽ ഒരു 10,000 കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ 3,000 കൊടുത്തു. ഓക്കെ, അതെന്താണ്? ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസ് ആണ്. പിന്നെ ഡിബെഞ്ചേഴ്സിന് നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1,08,000 ആണ്. ഓക്കെ, പിന്നെ ക്രെഡിറ്റേഴ്സിനും കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 lakh ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും 3,21,000 ആണ് നമുക്ക് ഇപ്പം നമ്മൾ കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 3,25,000 നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിൽ നിന്ന് 3,21,000 നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റി. ഓക്കെ, നമ്മൾ കൊടുത്തു തീർത്തു, ഫൈൻ. ഓക്കെ, പക്ഷെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഞാനിപ്പോൾ ഇവിടെ 80,000 എഴുതുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 80,000 ആണല്ലോ ഇവിടെ പ്രിഫറൻസ് ഷെയർസ് വരുന്നത്. നോക്കിയാൽ മതി, ഇവിടെ 80,000 പ്രിഫറൻസ് ഷെയർസ് കൊടുത്തേക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടെ 80,000 എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ആവൂ? ഇല്ല, കാരണം 80,000 എനിക്ക് കൊടുക്കാനില്ല. ഓക്കെ, നമ്മൾ കൊടുക്കുന്നില്ല, നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? 3,25,000 ഉള്ളൂ നമ്മുടെ അസറ്റ് എല്ലാം വിറ്റേന് നമുക്ക് കിട്ടിയ എമൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷനും ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസും ഡിബെഞ്ചറും അതേപോലെ ക്രെഡിറ്റേഴ്സും എല്ലാം കൊടുത്തതിന് ശേഷം, ആ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ഇതാണ് വരുന്നത്. ഓക്കെ, ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷം, ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എല്ലാം കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ അവർക്കെല്ലാം കൂടെ എക്സ്പെൻസ് 3,21,000 ആണ്. ഓക്കെ, അപ്പം ആകെപ്പാടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയേ ഉള്ളൂ? 4,000 റുപ്പീസേ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം 4,000 റുപ്പീസ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാത്തതൊന്നും കാണിക്കുന്നില്ല, കൊടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, പേയ്മെൻറ്റ് നടത്തിയത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 4,000 മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ 4,000 എങ്ങനെയാണ് വന്നത്? ഇതെല്ലാം ചെയ്തതിന് ശേഷം, ഓക്കെ, നമ്മൾ അസറ്റിൽ നിന്ന് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ 4,000. 3,25,000 3,21,000 കൂടെ നമ്മൾ ലെസ് ചെയ്യും. 3,21,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മാരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ഓർഡറാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ സംഭവം കൊടുത്തിട്ടില്ല. ഓക്കെ, കാരണം ഇവരെല്ലാം എന്താണ്? ഔട്ട്സൈഡേഴ്സ് എന്നുള്ള സംഭവം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഓണേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അതും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് കൊടുക്കത്തുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ നമുക്ക് ആകെപ്പാടെ നമ്മുടെ കയ്യിൽ 4,000 രൂപയുള്ളൂ. കാരണം എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 80,000 രൂപയായിരുന്നു നമുക്ക് കൊടുക്കാനുള്ളത്. അതിൽ 4,000 രൂപ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്? 4,000 രൂപ മാത്രം. ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇവിടെ ഒരു 3,000 രൂപ നമുക്ക് കൊടുക്കാനുള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കെ, 3,000 രൂപ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 3,000 എന്നും പറഞ്ഞ് നൈസിന് നമ്മൾ ഇവിടെ എഴുതിയേനെ. ഓക്കെ, 3,000 കൊടുക്കാനുള്ളായിരുന്നെങ്കിൽ 3,000 എന്നും പറഞ്ഞ് കൊടുത്തതിന് ലാസ്റ്റ് ഇത് രണ്ടും സെറ്റായിട്ട് പോയേനെ. ഓക്കെ, പക്ഷെ ഇവിടെ അത്രയല്ല കൊടുക്കാനുള്ളത്. എത്ര രൂപയാണ് നമുക്ക് കൊടുക്കാനുള്ളത്? നമുക്കിവിടെ 80,000 രൂപ കൊടുക്കാനുണ്ട്. 80,000 നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആകെപ്പാടെ നമുക്ക് 4,000 രൂപയെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ 4,000 വേണം നമ്മളിവിടെ എഴുതാൻ. അപ്പോൾ ഇത് രണ്ടും ടാലി ആയിട്ട് പോകും. ഓക്കെ, അപ്പം മറ്റേതിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ടാലി ആക്കൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ എത്ര ആണോ നമുക്ക് അസറ്റ് വിറ്റ് കിട്ടിയ എമൗണ്ടും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എത്ര ആ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എത്ര കൊടുത്ത് തീർക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3,25,000 ആണ് അസറ്റ് വിറ്റ് കിട്ടിയത്. അതിൽ നമുക്ക് കൊടുത്ത് തീർക്കാൻ പറ്റിയത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ 80,000 ആയിരുന്നു. ആ 80,000 4,000 മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നതിന് 76,000 നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ടായ 1,20,000 നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള അർത്ഥം. ആ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മളിവിടെ
കാണിക്കത്തില്ല. ഓക്കെ, നമുക്കിവിടെ എന്താണ് വരുന്നത്, നമ്മുടെ ഇവിടെ എമൗണ്ട് ഇത്ര മാത്രമാണ്. നമ്മൾ ഇപ്പം കാണിക്കുന്നത് അതിപ്പം ടോട്ടൽ എന്നുള്ള രീതിയിൽ ആയത് എത്ര മാത്രമാണ്, ഇത്രയാണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതേപോലെ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ്റെ വെച്ചിട്ട് തന്നെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻഡെപ്തായിട്ട് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അത്രയൊന്നും ഇൻഡെപ്തായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബേസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. ഈ പ്രോബ്ലം കാണും ചോദിച്ചാൽ ചെയ്യാൻ അറിയാൻ വേണ്ടി ആ ഒരു ഫോമാറ്റ് കാണാതെ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പിന്നെ ബാക്കി എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് എടുത്ത് എഴുതാമെന്നുള്ളൂ. ഫോമാറ്റ് എഴുതുന്നതിന് തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം ഫോമാറ്റ് വൃത്തിയായിട്ട് പഠിക്കുക. ഫോമാറ്റിലുള്ള എല്ലാം ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഇടുക. ഓക്കെ, ഇല്ല അത് എഴുതണമെന്നില്ല. എഴുതിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം അപ്പോൾ അറിയാം, നിങ്ങൾക്ക് ആ ഫോമാറ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അറിയാം എന്നുള്ളൊരു സംഭവം നോക്കുന്നവർക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അത് എഴുതി പോവുക. ഈ നമുക്ക് എക്സാമിൻ്റെ തലേന്നായതുകൊണ്ട് ഇൻഡെപ്തായിട്ടെന്നുള്ള രീതിയിൽ നോക്കാഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ മാക്സിമം ഇതെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം മാക്സിമം ഇതെങ്കിലും നോക്കിയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയൊക്കെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.